ഉപ്പ് കപ്പുറമ്പ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് പടം, തെലുങ്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്, തെലുങ്ക് പടം വന്നിട്ടുണ്ട് OTTക്ക്. കീർത്തി സുരേഷും സുഹാസുമാണ് പ്രധാന വേഷത്തിൽ. എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞിരാമായണം ടൈപ്പ് പടമാണ്. കാരണം ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു ഗ്രാമം, അവിടുത്തെ രസകരമായ കുറച്ച് കാര്യങ്ങൾ. നമ്മളെ കുഞ്ഞിരാമായണത്തിൽ സൽസിയും കല്യാണ ശാപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പാരമ്പര്യമായിട്ട് ഗ്രാമത്തലവനായിട്ടുള്ള ഒരു കുടുംബമാണ്. അതിൻ്റെ ഗ്രാമത്തലവൻ മരിക്കുന്നു. ഉടനെ തന്നെ നായികയായ കീർത്തി സുരേഷാണ് ഗ്രാമത്തലവനാണ്. ആ നേരം ഈ ശവപ്പറമ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രശ്നം നടക്കുന്നു. കാരണം എല്ലാം അവിടുത്തെ സ്ഥലം ഇതിനു വേണ്ടി എല്ലാവരും അടക്കം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് കഴിയുകയാണ്. ഇനി ആകെ 4-5 പേർക്ക് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുകയാണ്. അത് രസകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതിൽ പറയാതെ പറയുന്ന കുറച്ച് രാഷ്ട്രീയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ 4 ഇതിനു വേണ്ടി ലോട്ടിടുകയാണ്, പിന്നെ ലേലം വെക്കുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഫിക്ഷണലായിട്ടുള്ള കഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കുറേ നല്ല സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ കീർത്തി സുരേഷിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ കുറേ പേരെങ്കിലും സിനിമ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും, അത്രയ്ക്ക് ബോറായിരുന്നു. പിന്നീട് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പക്ഷേ ഇതിന് നല്ല രീതിയിൽ ഈ കൺസെപ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ കണ്ടന്റ് വൈസ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട, ഒരു ഹ്യൂമറസ് ആയിട്ട് കൊണ്ടുപോകേണ്ട സിനിമയെ അത്യാവശ്യം മോശം റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രോപ്പറായിട്ട് കൊണ്ടുപോകാത്തത് കണ്ട് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടേ തോന്നിയുള്ളൂ. ഹ്യൂമറൊന്നും ഇങ്ങനെ ഡീപ്പായിട്ട് വർക്കായില്ല. ഹ്യൂമറസ് ആയിട്ട് കാണിക്കാൻ നോക്കി, പക്ഷേ നമുക്ക് അതൊട്ടും കൺവിൻസിങ് ആയി തോന്നിയില്ല. പക്ഷേ കൺസെപ്റ്റ് നന്നായിരുന്നു. ആ ഒരു ഫിക്ഷണൽ ഗ്രാമം, അവിടുത്തെ എല്ലാവരും കുഴിച്ചിടുമ്പോൾ ഒരു കല്ല് വയ്ക്കും. നമ്മൾ സാധാരണ കല്ല് വയ്ക്കുമ്പോൾ ജനനം മരണം എഴുതും, ഇത് മരിച്ചതിൻ്റെ കാരണം എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി കുറച്ചുകൂടെ നന്നായി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറച്ച് അറിയിക്കുക.